ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നവ്യാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയാണ്. അത് അബിയുടെ വായിൽ നിന്ന് തന്നെ അറിയാണ്. അബിയും ജലജയും കൂടെ സംസാരിക്കുന്ന കേട്ട് നവ്യ എല്ലാം മനസ്സിലാക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയുടെയൊക്കെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നവ്യയ്ക്ക് ആകെപ്പാടെ കുറ്റബോധം തോന്നുകയാണ്. ആദർശിനെ ഇതുപോലെ കുറ്റപ്പെടുത്തിയതും നയനയോട് ഇങ്ങനെ മോശമായിട്ടൊക്കെ ആദർശിനെക്കുറിച്ച് പറഞ്ഞതും അതുപോലെ മുത്തശ്ശൻ്റെ മുമ്പിലൊക്കെ കയറി കാലൊക്കെ കയറ്റി ഇരുന്ന് അഹങ്കാരത്തോടു കൂടി മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിക്കുകയും അബിക്ക് വേണ്ടിയിട്ട് അവരോട് വാദിക്കുകയും അതുപോലെ ജ്വല്ലറിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പം നവ്യയ്ക്ക് ഭയങ്കര കുറ്റബോധം തോന്നിയിട്ട് മുത്തശ്ശിയുടെയും മുമ്പിൽ ചെന്ന് മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഒപ്പം നിൽക്കുകയാണ് കേട്ടോ അബിയെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിക്ക് ഒരു കോള് വരികയാണ് കേട്ടോ. അബി ആകെ പേടിച്ച് വിറച്ച് വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് ആ ഫോൺ എടുക്കുന്നത്. ഇതൊക്കെ നവ്യ ശ്രദ്ധിക്കുന്നുണ്ട്. റൂമിലേക്ക് കയറി വരുമ്പം നവ്യ ആലോചിക്കുകയാണ്, ഇവനെന്താ ഇത്ര പരിഭ്രമം, എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താണെന്നൊന്ന് കേട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. നവ്യ അങ്ങനെ കർട്ടന് പുറകിൽ മറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അബി ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ആ അനഘയെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഗുണ്ടകളാണ് കേട്ടോ. അനഘയെ ശ്രദ്ധിക്കണമെന്നും അവൾ സംസാരിക്കാനോ നടക്കാനോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഗുണ്ടകളിൽ ഒരാളാണ് വിളിക്കുന്നത്. എന്നിട്ട് അയാളോട് അബി ചോദിക്കുക, എന്താടാ, എന്തിനാ ഇപ്പം നീ വിളിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ സാറേ, അവൾ ചത്ത പോലെ തന്നെ കിടക്കുകയാണെങ്കിലും ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവളെ നോക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ പലതും മറച്ചു വെക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നും ആ വീടിൻ്റെ പരിസരത്തൊക്കെ പോയി. അവൾ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സാറേ എന്ന് പറയാണ്. അപ്പം അബി പറയുന്നുണ്ട്, എടാ, അവൾ രക്ഷപ്പെടരുത്, അവൾ രക്ഷപ്പെടാൻ പാടില്ല. അവൾ എപ്പോഴെങ്കിലും ഒന്ന് നാവ് ചലിക്കാനോ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് തീർത്തേക്കണം. അതിനല്ലേ നിന്നെയൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല അത് തന്നെയാണ്, പക്ഷെ സാറിനോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചാണ്. ഇപ്പം സാറിൻ്റെ വീട്ടിൽ അതൊന്നും വലിയ പ്രശ്നമല്ലല്ലോ. അനഘയുടെ കുഞ്ഞിനെ അവിടെ സുരക്ഷിതമായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കമ്പനികളുടെ പ്രശ്നം കാരണം ആദർശ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, എടാ, ആ അനഘയെ ജീവിക്കാൻ അനുവദിക്കരുത്. അവളെ ഇപ്പം ഈ രൂപത്തിലാക്കി ഇത്രയെങ്കിലും വരെ എത്തിച്ചത് നമ്മളല്ലേ. അല്ലെങ്കിൽ ഇപ്പം എന്നേ ഇവളിത് അനന്തപുരി വന്ന് പറയുകയും എൻ്റെ ഭാര്യ നവ്യ ഇതൊക്കെ അറിയുകയും ചെയ്തേനെ. നവ്യ ഇതറിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല, അവൾ എന്നെ കൊല്ലുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നവ്യ അറിയരുത്, പ്രത്യേകിച്ച് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ അനഘ അങ്ങോട്ട് ജീവൻ വെച്ച് തുടങ്ങുകയാണെ തീർത്തേക്കണം എന്ന് പറയാം. ആ ശരി, സാറിനോടൊന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം അതിൻ്റെ കാര്യം കൂടി അറിയാനാ. ഈ മാസത്തേത് കിട്ടിയില്ല എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, എടാ, കുറച്ച് ടൈറ്റാടാ ഞാൻ. എനിക്കിപ്പോൾ ഇവിടെ കമ്പനികളിലൊന്നും ഒരു സ്വാധീനവും ഇല്ല. പിന്നെ നവ്യ, അവളെ പേടിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവൾ മോഡലിങ്ങിനൊക്കെ പോയി കുറേ പണം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. അടുത്ത ദിവസം തന്നെ തരാം. അവളോട് ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കള്ളം പറഞ്ഞ് കുറച്ച് പണം വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരാം. ഇനിയിപ്പം അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നവ്യ അവിടെ നിന്ന് കേൾക്കുകയാണ്. അപ്പം നവ്യക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ പിടികിട്ടി. അനഘയെ ചതിച്ചിരിക്കുന്നത് അബി തന്നെയാണ്. അനഘയെ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിരിക്കുന്നതും അബി തന്നെയാണ്. ചന്തുമോളുടെ അച്ഛനും അബിയാണ്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അനഘയെ ഇങ്ങനെ മൃതപ്രായയാക്കി ഇട്ടിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മുടെ നവ്യ. നവ്യ ഞെട്ടിപ്പോവാം. നവ്യക്ക് ഒരിക്കലും അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നവ്യ അത് വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ നവ്യയുടെ സ്വന്തം ചെവി കൊണ്ട് തന്നെ അബിയുടെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പം നവ്യയ്ക്ക് അത് വിശ്വസിക്കാതിരിക്കാനേ പറ്റുന്നില്ല. നവ്യ ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ, ഇവനായിരുന്നോ ആ അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ? എന്നിട്ട് ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞത്? ആദർശേട്ടനെ എന്തെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തി. ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്നുള്ള ധാരണയിൽ എന്ത് മോശമായിട്ടാണ് ഞാൻ പെരുമാറിയതും സംസാരിച്ചതും ഒക്കെ. ഇവനൊരു ചതിയനാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഇവനെ വിശ്വസിച്ചു പോയല്ലോ. പാവം അനഘ, അതിൻ്റെ ആ പ്രാക്ക് എനിക്കും എൻ്റെ കുഞ്ഞിനും വരെ ഏക്കുമല്ലോ. ഇവൻ അതുപോലല്ലേ അതിനോട് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഇനി സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനെ തീർത്തേക്കണമെന്ന് പറയുന്നു. എത്രമാത്രം ദുഷ്ടനാണ്. അതിനുവേണ്ടി ഗുണ്ടകൾക്ക് മാസാമാസം പണം കൊടുക്കുന്നു. അതിനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. കൊള്ളാം, ഇനി ഞാൻ ഇവന് പണം കൊടുക്കാം. ആ അനഘയെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള പണം ഞാൻ തന്നെ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം.
അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അബി ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ജലജ അങ്ങോട്ട് മുറിയിലേക്ക് കയറി വരിക. ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ വെപ്രാളപ്പെട്ട് നടക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്ത് പ്രശ്നം, ആ അനഘയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് ടെൻഷൻ. അപ്പോൾ ജലജ ചോദിക്കുക, അനഘയുടെ കാര്യം നീ ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, നേരത്തെ നീ ചിന്തിക്കണമായിരുന്നു. ആ പെണ്ണിനെ വശീകരിച്ച് ഗർഭിണിയാക്കി ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ കിടന്ന് വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ അതിന് കുറച്ചൊന്നുമല്ല അനുഭവിക്കുന്നതെന്ന് നിനക്കറിയാലോ. നിൻ്റെ ഈ പ്രവൃത്തി കാരണമാണ് ഞാൻ ഇന്ന് ആ ദേവയാനിയുടെയും മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ ഒരു അടിമയെപ്പോലെ നിൽക്കേണ്ടി വരുന്നത്, അവർ പറയുന്ന ജോലികളെല്ലാം ചെയ്യേണ്ടി വരുന്നത്. നിൻ്റെ ഭാര്യയുണ്ടല്ലോ നവ്യ, അവളെ തൊഴുതും പേടിച്ചുമൊക്കെ നിൽക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഈ ജലജ ആരാണെന്ന് എല്ലാവരും കണ്ടേനെ. നിനക്കറിയാവുന്നതല്ലേ പഴയ എൻ്റെ സ്വഭാവം. ആകെപ്പാടെ പത്തി മടക്കി ഞാൻ നിൽക്കുന്നത് നീ ഈ കാണിച്ചു വെച്ച ഒറ്റ തെറ്റുകൊണ്ടാണ്. ആ കൊച്ചിൻ്റെ തന്ന നീയാണെന്ന് നിൻ്റെ ഭാര്യ അറിയേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ അറിഞ്ഞാൽ അവൾ നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാ ഈ ദേവയാനി പറയുന്ന കേട്ട് ഞാൻ നിൽക്കുന്നത്. ഈ വീട്ടിൽ നിൻ്റെ ഭാര്യയ്ക്കൊഴികെ മിക്കവർക്കും ഇതറിയാം. ജാനകിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അവൾ കൂടി അറിഞ്ഞാൽ ഇനി ആ നാണക്കേട് കൂടി സഹിക്കേണ്ടി വരും. അവളുടെ കുത്തുവാക്കുകൾ കൂടി ഞാൻ കേൾക്കേണ്ടി വരും. ബാക്കി എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും വരെ അറിയാവുന്നുള്ള കാര്യം നിനക്കറിയാലോ. ഇനിയിപ്പോൾ എന്ത് പണിയൊപ്പിക്കാനാ അനഘയുടെ കാര്യത്തിൽ നിനക്ക് ഇത്ര ടെൻഷൻ? അല്ലമ്മേ, അവൾക്ക് ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ടെന്ന് അവന്മാർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മാറ്റം ഉണ്ടായി, സംസാരിക്കാൻ തുടങ്ങുമോ നടക്കാൻ തുടങ്ങുമോ ചെയ്താൽ അവൾ നവ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം പറഞ്ഞെങ്കിലോ എന്നൊരു പേടിയുണ്ട്. മാത്രമല്ല അവൾ വല്ല കേസും കൊടുത്തെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോവും. പിന്നെ ആജീവനാന്ത ഉണ്ടേം വെള്ളവും നിന്ന് കിടക്കണം. അപ്പം ജലജ പറയാം, കിടക്കണോടാ, നീ കിടക്കണം. നീ ചെയ്തത് അത് തന്നെയാണ്. അപ്പം നീ അത് അനുഭവിക്കുക തന്നെ വേണം. നിനക്ക് നേരത്തെ എന്നോട് ഇതെങ്കിലും പറയാമായിരുന്നല്ലോ. അല്ലാതെ ഉടനെ പോയി അവളെ തീർക്കാൻ നോക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിട്ടല്ലേ അവൾ നീ കോമാ സ്റ്റേജിൽ കിടക്കുന്നത്. എന്നിട്ട് രണ്ടാമതും പോയി കഴുത്ത് ഞെരിച്ചിരിക്കുന്നു. അതും ഇവിടുത്തെ കിളവനും കിളവിയും എല്ലാം അറിഞ്ഞോണ്ട്. നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നല്ലോ. ഈ വീട്ടിലെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം ഞാൻ അറിയുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് ഇത്രയധികം വിഷമിക്കേണ്ടി വരുന്നത് എന്ന് പറയാം. അബി പറയുന്നുണ്ട്, അമ്മ അതൊന്ന് നിർത്ത്. ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. ഇനി അതിനെക്കുറിച്ചിട്ടൊന്നും അമ്മ സംസാരിക്കണ്ട. ഇനി അവളെ എങ്ങനെയെങ്കിലും തീർക്കാൻ ഞാൻ നോക്കുക. അവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് പണം കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതും അത് തന്നെയല്ലേ എന്ന് ചോദിക്കുക. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തരുവാണെങ്കിൽ അവന്മാർക്കൊക്കെ കൊടുത്ത് ഒഴിവാക്കായിരുന്നു എന്ന് പറയുമ്പോൾ ജലജ പറയുക, പിന്നെ നിൻ്റെ കയ്യിൽ നിൻ്റെ അച്ഛൻ എനിക്ക് സമ്പാദിച്ച് തന്നിരിക്കല്ലേ. ഇവിടുന്ന് കിട്ടുന്നതൊക്കെ കൊണ്ടങ്ങ് ജീവിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിൽ ഒറ്റ പൈസയില്ല ഗുണ്ടകൾക്ക് കൊടുക്കാൻ. നീ നിൻ്റെ ഭാര്യയോട് തന്നെ ചോദിക്കുന്നു, നവ്യയോട്. അപ്പോൾ ഉടനെ തന്നെ അബി പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെയും വിചാരം. അവളുടെ കയ്യിൽ ഇപ്പോൾ കാശുണ്ടല്ലോ, അവളെ അങ്ങ് സ്നേഹിച്ച് പൊക്കി നിർത്തി കുറച്ച് പണം ഇങ്ങ് വാങ്ങിച്ച് കൊടുക്കണം അവന്മാർക്ക്. അല്ലാതെ ഇപ്പം നിവർത്തിയില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഉടനെ ജലജ പറയുന്നുണ്ട്, ആ നിൻ്റെ ഭാര്യയെ സോപ്പിട്ട് നീ വാങ്ങ്. അല്ലെങ്കിലും നിനക്കിപ്പോൾ അവളോടും അവനും കൊച്ചിനോടും ഒക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. അതുകൊണ്ടാണല്ലോ അവളെ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ട് നടക്കുന്നത്. നേരത്തെ സമയമായിരുന്നെങ്കിൽ അവളെ ഇപ്പോൾ താഴെ ഇട്ട് അടിച്ചേനെ നീ. അതുകൊണ്ട് ഞാനും ഒന്ന് അവളുടെ മുമ്പിൽ കൂഞ്ഞു നിൽക്കണം. അവൾ പറയുന്നത് കേട്ട് അവളുടെ കൊച്ചിനെയും നോക്കിയൊക്കെ നിൽക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. എല്ലാ ശല്യങ്ങളും ഉണ്ടാക്കി വെക്കാൻ കാരണക്കാരൻ നീ ഒരുത്തനാ. അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത് അതിന് പോലും പറ്റുന്നില്ല ഇപ്പം എന്ന് പറയുക. അപ്പോൾ അബി പറയുക, അമ്മ പിന്നെ എന്താ വിചാരിച്ചത്, എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണെന്നാണോ? അമ്മയ്ക്കറിയാമല്ലേ എനിക്ക് അവളെ ഇഷ്ടമില്ലായിരുന്നെന്ന്. അവളെ ഇഷ്ടപ്പെട്ടിട്ടാണോ ഞാൻ വിവാഹം കഴിച്ചത്? എൻ്റെ തലയിലായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾ ഒരു കോടീശ്വരിയാണെന്ന് വിചാരിച്ച് ആദർശിന് കിട്ടാൻ പോകുന്ന ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ അങ്ങ് വിവാഹം കഴിച്ചു. അതിൻ്റെ പേരിൽ ഒരു കൊച്ചും ഉണ്ടായിപ്പോയി. ആ കുഞ്ഞു പുണ്യെ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. നമ്മൾ രണ്ടും കൂടെ പല പ്രാവശ്യം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതല്ലേമേ. ഓർക്കുന്നുണ്ടോ അന്ന് അമ്പലത്തിൽ വെച്ച് അവളെ തള്ളിയിട്ട് വീഴ്ത്തി ആ ശൂലം അവളുടെ വയറ്റിൽ കയറിയിരുന്നെങ്കിൽ ഇന്ന് ആ കൊച്ചുണ്ടാവില്ലായിരുന്നു. അവളെയും കൊച്ചിനെയും കൊല്ലാൻ എന്തെല്ലാം പണികൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒഴിവാക്കി വിടാൻ പറ്റാതെയായിപ്പോയി. ഇതിപ്പോൾ തലയിലുമായി. ഇനിയിപ്പം ഒഴിവാക്കാൻ നോക്കിയാലും ഒഴിവാകുകയില്ലാത്തൊരവസ്ഥയിലുമായി. പിന്നെ ഇപ്പം അവളെ കൊണ്ട് എനിക്ക് പ്രയോജനമേ ഉള്ളൂ. AM ജ്വല്ലറിയുടെ മോഡലായിട്ട് അവൾ പോകുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. AM ജ്വല്ലറിക്കാരുടെ കയ്യിൽ നിന്ന് നല്ല പൂത്ത കാശിങ്ങ് പോരുന്നുണ്ട്. ആനന്ദമൂർത്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഇതൊക്കെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് തകർക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അവക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നല്ല എമൗണ്ടിങ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ അവളെ കൊണ്ടേ പറ്റുള്ളൂ. അവളിപ്പോൾ AM ജ്വല്ലറിയുടെ മോഡലായിട്ട് അങ്ങ് അഭിനയിക്കുന്നത് കൊണ്ട് ഈ കുടുംബത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ നല്ല നാണക്കേടാണ്. അനന്തമൂർത്തിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി തന്നെ എതിർ കക്ഷിയായി AM ജ്വല്ലറിയുടെ മോഡൽ. അതുകൊണ്ടും നേട്ടം എനിക്കേ ഉള്ളൂ. ഇവിടെയുള്ളവരെ തോൽപ്പിക്കാൻ പറ്റുമല്ലോ.
അന്ന് അവളെ കൊല്ലാൻ പറ്റാതെ പോയെങ്കിലും ഇപ്പം അവളെ കൊണ്ട് കുറച്ചൊക്കെ പ്രയോജനം ഉണ്ടെന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട്, അതൊക്കെ നേരാടാ, അവളിപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് ആ കൊച്ചിനെ ഞാൻ കുറച്ച് സമയം നോക്കിയാലും ഇവിടെയുള്ളവരുടെ കണ്ണീരും ഈ വിഷമവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ നീയല്ല കൊച്ചിൻ്റെ അച്ഛനെന്ന് അവളെ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ആദർശിനും നയനിക്കും കൊടുക്കുന്നുമുണ്ട്. ആദർശം നയനെ ഇവിടെ ഇറങ്ങിപ്പോയതിൽ അവൾ നന്നായിട്ട് സന്തോഷിക്കുന്നുമുണ്ട്. ഇപ്പം ദേ ചേച്ചി അനിയത്തെയും കൂടെ പിണക്കാനുള്ള വഴികളും നോക്കിയിരിക്കുക. ചേച്ചി അനിയത്തെയും കൂടെ പിണങ്ങിപ്പം നല്ല സന്തോഷം എൻ്റെ മനസ്സിനുമുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് നിന്നപ്പം എനിക്കായിരുന്നു പണി. ഇപ്പോഴേ ചേച്ചിക്ക് അനിയത്തിയെ കണ്ണെടുത്ത് കണ്ടുകൂടാ. എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നേ നവ്യയും ആലോചിക്കുന്നുള്ളൂ. അതൊക്കെ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കുന്നതിലും അർത്ഥമൊക്കെ ഉണ്ടെന്ന് തോന്നുക. ആ പിന്നെ എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടക്കല്ലേ എന്ന് പറയാം. അഭി പറയുന്നുണ്ട്, അതെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കണം. അവളിപ്പോൾ എന്നെ ജ്വല്ലറിയിൽ മുട്ടിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജ്വല്ലറിയിൽ കയറിപ്പറ്റി വലിയൊരു ബിസിനസ്സുകാരനാവണം. ഈ മൂർത്തീസ് ജ്വല്ലറിയിലെ വീതവും വാങ്ങണം. അങ്ങനെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതിനൊക്കെ ശേഷം അവളെ ഞാൻ അങ്ങ് തട്ടും. അല്ലാതെ ജീവിതകാലം മുഴുവൻ അവളെ കൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവളുടെ അഹങ്കാരം സഹിക്കാനും അവളെ ഞാൻ അങ്ങ് തട്ടും എന്ന് അഭി പറയുകയാണ്. അപ്പം ജലജയം പറയാം, ഹോ അത് തന്നെയാടാ എൻ്റെ ആഗ്രഹം. ഇപ്പോഴത്തെ ഈ കഷ്ടകാല സമയത്ത് അവളൊരു താങ്ങ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എടാ ആദർശ് ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും വിവരം അറിഞ്ഞോടാ? അവനിപ്പോൾ എവിടെയാടാ? അവനും അവളും കൂടെ അവിടെ കിടന്ന് നരകിക്കായിരിക്കും അല്ലേ എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ആയിരിക്കും. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് അവനെ കയറ്റില്ല. പിന്നെ അനി അവൻ എം ഡി കസേരയിൽ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. എന്നെ ഇരുത്തേണ്ട സ്ഥാനത്താണ് അവൻ കയറിയിരിക്കുന്നത്. സാരില്ല, അവനും ഞാൻ പണി കൊടുക്കാം. എല്ലാവരും കുറച്ച് നാളൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. അതിനുശേഷം എല്ലാവരും പൊട്ടി പൊട്ടി കരയും എന്ന് അഭി പറയണം. അപ്പം ജലജ പറയാം, എടാ വേറൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ, നിൻ്റെ കൊച്ച്. ആ കൊച്ചിനെ അതിനെ എങ്ങനെയാണ് ഒന്ന് ഒഴിവാക്കുന്നത്? ചന്തുമോളെന്ന് പറഞ്ഞ് ആ ദേവയാനി എടുത്ത് പൊക്കിക്കൊണ്ട് നിൽക്കുക. നയനയാണെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം വീഡിയോ കോൾ വിളിച്ച് കാണുന്നുണ്ട് കൊച്ചിനെ. എന്നാൽ പിന്നെ അവർക്കതിനെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നോ? ഇപ്പം ആ ഡ്യൂട്ടി മുഴുവൻ എന്നെയാണ്. കൊച്ചിനെ നോക്കാനും കുളിപ്പിക്കാനും ഒക്കെ ദേവയാനി എന്നോടാ പറയുന്നത്. അതൊരു വലിയ പാട് തന്നെയാണെന്ന് പറയാം. പാബി പറയാം, പിന്നെ എന്നെ വെറുതെ വിടുന്നുണ്ടോ? നിർബന്ധിച്ചല്ലേ ആ കൊച്ചിനെയും കൂട്ടി എന്നെ ടൗണിലൊക്കെ വിട്ടത്. അതിനു വേണ്ട ഭക്ഷണവും ഉടുപ്പും വസ്ത്രവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനതെല്ലാം വാങ്ങിച്ചു കൊടുത്തില്ലേ? എനിക്കും ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം സ്വന്തം കുഞ്ഞാണെങ്കിലും എനിക്കിതിനോടൊന്നും വലിയ സെൻറ്റിമെൻറ്റ്സ് ഇല്ല. ദേ എൻ്റെ കൊച്ചുണ്ടല്ലോ ഇവിടെ, അനന്ത പത്മനാഭൻ, അതിനോട് പോലും എനിക്കൊരു സെൻറ്റിമെൻറ്റ്സും ഇല്ല. എനിക്ക് ആകെപ്പാടെ ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ അഭി പറയാം. അതിനൊക്കെ ശേഷം ഇതൊക്കെ നമ്മുടെ നവ്യ അവിടെ നിന്നിട്ട് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നവ്യക്ക് ഒരു രക്ഷയില്ല, തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ്. ജലജയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, നീ ഏതായാലും താഴേക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാൻ പറയുക. അങ്ങനെ അഭിയും ജലജയുടെ പുറകെ ഇറങ്ങി അങ്ങ് പോവാണ്. പക്ഷേ നവ്യ ഇതെല്ലാം കേട്ടിട്ട് കർട്ടന് പുറകെ നിൽക്കുകയാണ്. നവ്യക്കാണെങ്കിൽ തല കറങ്ങുന്ന പോലെ തോന്നുക, ആകെപ്പാടെ ടെൻഷനാവുകയാണ്. ഈ സത്യങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് നവ്യ അങ്ങ് അറിയാണ്. ആരും ഇത്രയും നാൾ പറയാതിരുന്നെങ്കിലും നവ്യ എല്ലാ സത്യങ്ങളും അഭിയുടെയും ജലജയുടെയും വായിൽ നിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നവ്യ അവിടെ നിന്ന് വേച്ച് വന്ന് കുപ്പിയിലിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. കുടിക്കുമ്പോഴെല്ലാം നവ്യയുടെ മനസ്സിൽ ഇതാണ് കേട്ടോ ചിന്ത, എങ്ങനെ ഞാൻ പ്രതികരിക്കും? ഇപ്പോൾ ഉടനെ ചെന്ന് അബിയുടെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അതുമാത്രമല്ല, എന്നോട് അവൻ ചെയ്തത് ഒരു കൊടും ചതി തന്നെയാണ്. ചെറിയ ചതിയൊന്നുമല്ല. പാവം അനഘയും ചന്തുമോളെയും എല്ലാവരെയും അവൻ ഉപദ്രവിച്ചു. പോരാത്തതിന് ആദർശേട്ടനെയും നയനെയും എല്ലാവരെയും ദ്രോഹിച്ചു. ഇപ്പോഴും ഈ കുടുംബത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്വല്ലറിക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് അനന്തപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയെയും ഇല്ലാതാക്കാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ചതി ചെയ്തവനോട് നേരിട്ട് ചെന്ന് മുട്ടരുത്. അവനോട് പകരം വീട്ടണം. അവൻ്റെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിച്ചെടുക്കണം. ഇതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ ആലോചിക്കും തോറും നവ്യക്കങ്ങ് വിഷമം വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതേസമയം നവ്യ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുകയാണ്. അപ്പോഴേക്കും അഭി റൂമിലേക്ക് കയറി വരിക. റൂമിലേക്ക് വരുന്ന അഭി ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ കിടന്നോ? നിനക്ക് എന്ത് പറ്റി? നല്ല ക്ഷീണമുണ്ടല്ലോ.
അല്ല ഇന്ന് നീ ഷൂട്ടിങ്ങിന് പോയില്ലല്ലോ, അതെന്താ നീ ഇന്ന് ഷൂട്ടിങ്ങിന് പോകാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ഒരു അവധി എടുത്താന്ന് പറയാം. അല്ല നിനക്ക് ആകപ്പാടെ ക്ഷീണം, മുഖമൊക്കെ ആകപ്പാടെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം പോയി കഴിക്ക്. നാളെയും നിനക്ക് ഷൂട്ടിങ്ങൊക്കെ ഉള്ളതല്ലേ, ഷൂട്ടിങ്ങിന് പോയാലല്ലേ നമുക്ക് പണം കിട്ടുള്ളൂ. അതുമാത്രമല്ല ഇവിടെയുള്ളവരെ തോപ്പിക്കണമെങ്കിൽ അവിടെ എന്നും പോയി പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കണം, മോഡലിംഗ് ചെയ്യണം, ഫോട്ടോഷൂട്ട് നടത്തണം. നാളെ നിനക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കാം. അപ്പം ഉടനെ നവ്യ പറയുന്നുണ്ട്, അതെ എനിക്ക് നാളെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ നാളെ പോകുന്നില്ല, നാളെ ഒരു ദിവസം ഞാൻ അവധി എടുക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അഭി ചോദിക്കുക, അതെന്തിനാ നീ അവധി എടുക്കുന്നത്, നീ പൊയ്ക്കോ, നീ പോയി അവിടെ ചെന്ന് ജോലി ചെയ്താലല്ലേ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ജ്വല്ലറിക്കാരുമായിട്ട് ചേർന്ന് നിന്നാലല്ലേ ഉള്ളൂ ഇവിടെയുള്ളവരോട് പകരം വീട്ടാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നവ്യ പറയാ, അതൊക്കെ നേര് തന്നെയാണ്, എനിക്കെന്തോ ശരീരത്തിലൊന്നും ഒരു സുഖമില്ല, അതുകൊണ്ട് നാളെ റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയാം. അപ്പോൾ അഭി ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിച്ച് അടുത്ത് ചെന്നിരുന്നിട്ട് പറയാ, ആ ശരിയാ മോളെ, നിനക്ക് വയ്യെങ്കിൽ നീ പോകണ്ട, നാളെ ഒരു ദിവസം നീ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും വയ്യെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് പറയാം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വേണ്ട എനിക്കൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ആ ശരി നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ലൈറ്റൊക്കെ കെടുത്തി അഭി അപ്പറേ കിടക്കാണ്. നവ്യയും കിടക്കാണ് കേട്ടോ. കിടക്കുന്ന നവ്യയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല, ഓരോന്നൊക്കെ നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ്. അഭി പറഞ്ഞതിനെക്കുറിച്ചും ചെയ്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ മോശമായിട്ട് പെരുമാറിയതിനെക്കുറിച്ചിട്ടും ഒക്കെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തെല്ലാമാണ് ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞത്, എന്ത് അഹങ്കാര വാക്കുകളാണ് പറഞ്ഞത്, ആരും പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, അനുസരിച്ചില്ല. മുത്തശ്ശൻ്റെ മുമ്പിലൊക്കെ കാലിന്മേൽ കാല് കയറ്റിയിരുന്ന് അഹങ്കാരത്തോടു കൂടി ഞാൻ സംസാരിച്ചു, അതൊക്കെ മോശമായി പോയി. എന്തുമാത്രം ഈ അഭിക്ക് വേണ്ടി, ഈ ദുഷ്ടന് വേണ്ടി ഞാൻ അവരുടെയൊക്കെ മുമ്പിൽ ന്യായീകരിച്ചു, അവരുടെയൊക്കെ മുമ്പിൽ വാദിച്ചു. എന്നിട്ട് അവൻ എന്നോട് ചെയ്തത് കണ്ടില്ലേ, ഏറ്റവും വലിയ ക്രൂരത. ഇതുപോലൊരുത്തനെ വെറുതെ വിടാൻ പറ്റില്ല. ആദർശേട്ടൻ പാവം, അങ്ങേര് ഒരു തെറ്റും ചെയ്തില്ല, എന്നിട്ടും ആ കൊച്ചിൻ്റെ പിതൃത്വം ഞാൻ അങ്ങയുടെ തലയിൽ വച്ച് കെട്ടിയിട്ടും അതിനെ മറുത്ത് പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നിന്നില്ല. എൻ്റെയും അബിയുടെയും കുടുംബജീവിതം തകരരുതെന്ന് വെച്ചാണ് നയനയും ആദർശേട്ടനും ഒക്കെ അത് സഹിച്ചത്. ഈ വീട്ടിലെല്ലാവർക്കും ഇതറിയായിരുന്നു, ഞാൻ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. എന്നിൽ നിന്ന് എല്ലാവരും മറച്ചു വെച്ചു. ഇവൻ അബി അതിനനുസരിച്ച് തഴച്ച് വളരുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. വീണ്ടും വീണ്ടും നവ്യ ഇതൊക്കെ ആലോചിക്കുക. അബിയെ കൊന്നു കളയാനുള്ള ദേഷ്യം നവ്യയ്ക്കുണ്ട്. പക്ഷേ നവ്യ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓർക്കാണ്, മുത്തശ്ശനെയും മുത്തശ്ശിയും പോയി കണ്ട് സംസാരിക്കണം, അവരോട് ഞാൻ ഒരുപാട് മോശമായിട്ട് പെരുമാറി, അതിനൊക്കെ എനിക്ക് മാപ്പ് ചോദിക്കണം എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് നവ്യ രാത്രിയിൽ എണീറ്റ് പോവുക കേട്ടോ. എണീറ്റ് പോയി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിൽ ചെന്ന് മുട്ടുവാണ്. വാതിലിൽ ചെന്ന് മുട്ടുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരാണോ വസുന്ധരയെ വാതിൽ മുട്ടുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ എണീറ്റ് വന്ന് വാതിൽ തുറക്കുകയാണ്. തുറക്കുമ്പോൾ നവ്യ കരഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ നവ്യ മോളെ, നീ എന്താ ഈ സമയത്ത്, എന്തിനാ നീ കരയുന്നത്, അകത്തേക്ക് കയറി വാന്ന് പറയുക. നവ്യ അകത്തേക്ക് കയറുകയാണ്. അപ്പം മുത്തശ്ശൻ ഡോറടയ്ക്കുക. അപ്പം നവ്യ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാൽക്കലേക്ക് വീഴുകയാണ് കേട്ടോ. കാലിൽ വീണ് കിടക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് എന്താ ഇപ്പം നീ ഇങ്ങനെ വന്ന് കാലിൽ വീഴുന്നത്, എന്താ കാര്യം എന്ന് പറയുക. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ എണീക്ക്, എന്താന്ന് വെച്ചാൽ പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അഭി നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ്, ഇല്ല മുത്തശ്ശ, ഞാൻ നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി. ഞാൻ ഒരുപാട് അഹങ്കാരത്തോടു കൂടി നിങ്ങളോട് രണ്ടുപേരോട് സംസാരിച്ചു, എല്ലാവരോടും സംസാരിച്ചു. ആദർശേട്ടനെയും നയനെയും ഒക്കെ ഞാൻ കുറ്റപ്പെടുത്തി. അതൊക്കെ തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പം മനസ്സിലായി. അബിയുടെ തനി സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് കരയുക. അപ്പം മുത്തശ്ശി ചോദിക്കുക, നീ എന്തറിഞ്ഞെന്നാണ് പറയുന്നത്, അബിയുടെ സ്വഭാവം മനസ്സിലാക്കിയെന്നോ, അബി നിന്നോട് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുക. അപ്പം നവ്യ കാര്യങ്ങളെല്ലാം പറയാണ് കേട്ടോ. കർട്ടൻ്റെ പുറകിൽ നിന്ന് അബിയുടെ വായിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മുഴുവൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയാം, മോളെ കരയാതെ നീ എണീക്ക്, നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചു, നീ ഞങ്ങളോട് മാപ്പൊന്നും പറയണ്ട, എണീക്കെന്ന് പറഞ്ഞ് പിടിച്ചെണീപ്പിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, കൈ കൂപ്പിക്കൊണ്ട് പറയാ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഈ സത്യങ്ങളൊന്നും അറിയാതെയാണ്. അന്ന് നിങ്ങൾക്ക് എന്നോട് ഇതൊക്കെ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഈ വീട്ടിലും എൻ്റെ വീട്ടിലും എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ മാത്രം ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല, എല്ലാവരും എന്തിനാണ് എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്, നിങ്ങളതന്നേ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആദർശേട്ടനെ വേദനിപ്പിക്കുമായിരുന്നോ, ഇങ്ങനെ കുറ്റപ്പെടുത്തുമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. മുത്തശ്ശൻ പറയാ, അതൊന്നും സാരില്ല മോളെ, നിന്നോട് ഈ വിവരം പറഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു, നിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും അത് വിലക്കിയത്, ആദർശ് അതുകൊണ്ടാണ് അവൻ്റെ തലയിൽ തന്നെ അത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത്. നിൻ്റെ അമ്മായിയമ്മയ്ക്കും അബിക്കും ഒക്കെ ഈ വിവരം അറിയായിരുന്നു, അതുകൊണ്ടാണ് അവർ അടിമകളെ പോലെ ദേവയാനി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നവ്യ പറയാ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി, ആ അനഘയോടും കുഞ്ഞിനോടും ഒക്കെ അബി ചെയ്ത തെറ്റ്
അതിൻ്റെ എത്ര ജന്മം കഴിഞ്ഞാലും ആ ശാപം മാറില്ല അവൻ്റെ തലേന്ന്. എനിക്കത് ഓർക്കുമ്പോൾ പേടിയാവുന്നു എന്ന് പറയണം. അപ്പം മുത്തശ്ശി പറയാ, നീ പെട്ടെന്നെങ്കിലും എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് ചെയ്താലോ എന്നോർത്താ ഞങ്ങൾ പറയാതിരുന്നേന്ന് പറയുമ്പം നവ്യ പറയാ, ഇല്ല, ഞാൻ ഒരിക്കലും പെട്ടെന്നൊന്നും പൊട്ടിത്തെറിച്ച് ചെയ്യില്ല. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അബിയെക്കുറിച്ചും എല്ലാം മനസ്സിലായി. ഇനിയും അവൻ്റെ മനസ്സിൽ പല പദ്ധതികളും ഉണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിലും ഈ കുടുംബത്തെ ചതിയിൽ നിന്ന് രക്ഷിക്കണമെങ്കിലും ഞാനിപ്പോൾ ഇതൊന്നും പുറത്ത് പറയരുത്. ഞാൻ അവനോടൊപ്പം നിൽക്കും. ഇപ്പം ഈ സത്യങ്ങൾ ഞാൻ അറിഞ്ഞ വിവരം ഈ വീട്ടിൽ ആരും അറിയണ്ട. മുത്തശ്ശനും മുത്തശ്ശിയും മാത്രം അറിഞ്ഞാൽ മതി. അബിയും അമ്മയും ഒന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ അതല്ലാതെ തന്നെ അവനോട് പ്രതികാരം ചെയ്യും. അവൻ എന്നോട് ചെയ്ത ഈ കൊടും ചതിക്ക് പ്രതികാരം ഞാൻ ചെയ്തിരിക്കും. അത് പൊട്ടിത്തെറിച്ചുകൊണ്ടൊന്നും അല്ല. അതെങ്ങനെയാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടോണം എന്ന് പറയാം. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാവുകയാണേ. അപ്പം മുത്തശ്ശൻ പറയാം, മോളെ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്താണ് ഞങ്ങൾ പറയാതിരുന്നത്. ഇപ്പോൾ നീ ഇതറിഞ്ഞപ്പോൾ ഇത്ര പക്വതയോട് കൂടി പെരുമാറിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നവ്യ അവർ ചേർത്ത് നിർത്തുകയാണ്. നവ്യാണെങ്കിൽ അബിയോടും ജലജയോടും പ്രതികാരം വീട്ടാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്